ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിൽ എന്തൊക്കെ നടക്കുന്നെന്ന് നോക്കാം. കൊണ്ടോട്ടിയിലേക്കാണ്. അവിടെ MLA TV ഇബ്രാഹിമിനെതിരെ മുസ്ലിം ലീഗിൽ അതൃപ്തി. കൊണ്ടോട്ടിയിൽ ഇത്തവണ TV ഇബ്രാഹിം വേണ്ടെന്ന് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം പറയുകയാണ്. TV ഇബ്രാഹിമിന് മണ്ഡലത്തിൽ ജനവിരുദ്ധ വികാരമാണുള്ളത്. സാധാരണ പ്രവർത്തകരിൽ നിന്ന് അകന്നു കഴിഞ്ഞു TV ഇബ്രാഹിം എന്ന് പറയുന്നു. 2 തവണ TV ഇബ്രാഹിം മത്സരിച്ചു. ഇനി പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളതാണ് നിലപാട്. മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിക്കെതിരെയും വലിയ വിമർശനമുണ്ട്. വാട്സ്ആപ്പ് ചാറ്റ് പുറത്തു വന്നിരിക്കുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, TV ഇബ്രാഹിമിനെതിരെ മണ്ഡലത്തിൽ ഒരു വിരുദ്ധ വികാരമുണ്ട് എന്നാണ് പ്രാദേശിക നേതൃത്വം പറയുന്നത്. മാത്രമല്ല 2 തവണ MLA ആയി കഴിഞ്ഞു. ഇനി ഒരു അവസരം വേണ്ട എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി തന്നെ പ്രാദേശിക നേതൃത്വം നിലപാടെടുക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സംസ്ഥാന നേതൃത്വം എന്ത് തീരുമാനിക്കുന്നു എന്നറിയണം. എന്തൊക്കെയാണ് TV ഇബ്രാഹിമിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? ഒപ്പം തന്നെ ഈ വാട്സ്ആപ്പ് ചാറ്റ് പുറത്തായി എന്ന് പറയുന്നു. എന്താണ് അതിലെ വിവരങ്ങൾ? യെസ്, ജംഷീറിലേക്ക് വരാം. എന്തായാലും കൊണ്ടോട്ടിയിലാണ് പറയുന്നത്. TV ഇബ്രാഹിം അവിടെ 2 തവണ MLA ആയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരവസരം കൂടി TV ഇബ്രാഹിമിന് നൽകേണ്ടതില്ല എന്നാണ് നിർദ്ദേശം വരുന്നത്, അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ ഒരു വികാരം വരുന്നത്. കാരണം ജനങ്ങളിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് TV ഇബ്രാഹിം ഒരുപാടായി അകന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഒരു വിജയ സാധ്യത കുറവാണെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ ആളുകൾ വരട്ടെ എന്നാണ് മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയിൽ, അല്ലെങ്കിൽ കമ്മിറ്റിക്കെതിരെയും അവിടെയും വിമർശനം ഉയരുന്നുണ്ട്. ജംഷീർ, എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്ന വാട്സ്ആപ്പ് ചാറ്റിലെ വിവരങ്ങൾ? TV ഇബ്രാഹിമിനെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെ? അധികം നാളുകളായി ഇത്തരത്തിൽ TV ഇബ്രാഹിമിനെതിരെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിനെതിരെ ചില പാർട്ടിക്കകത്ത് തന്നെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മറന്നീങ്ങി പുറത്തു വരുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അദ്ദേഹത്തിനെതിരെ ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. പാർട്ടി പ്രവർത്തകർ, പാർട്ടിയിൽ നിന്നുള്ള ചില വിഭാഗം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ, അല്ലെങ്കിൽ അദ്ദേഹം ഇനി മത്സരരംഗത്തേക്ക് വേണ്ട അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത് വരുന്നു. UML കൊണ്ടോട്ടി ഗ്ലോബൽ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആളുകൾ പറയുന്നത് TV ഇബ്രാഹിമിന് എതിരെ മണ്ഡലത്തിൽ ജനവിരുദ്ധ വികാരമുണ്ട്. മാത്രമല്ല അദ്ദേഹം സാധാരണ പ്രവർത്തകരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം 2 തവണ മത്സരിച്ചു. ഇനി അദ്ദേഹം മാറി നിൽക്കട്ടെ, മണ്ഡലത്തിൽ പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളതാണ്. ശരാശരി ഒരു നേതാവെന്ന നിലയിൽ 2 തവണ മത്സരിക്കുക എന്നുള്ളത് തന്നെ ധാരാളമാണ്. ഇനി അദ്ദേഹം മാറി നിൽക്കണം എന്ന ആവശ്യമാണ് ഉയർന്നത്. മാത്രമല്ല കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉയരുന്നുണ്ട്. ഓവർ കോൺഫിഡൻസുമായി ഒരിക്കലും പാർലമെന്റ് രാഷ്ട്രീയത്തെ നേരിടരുത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തീരുമാനമെടുത്താൽ കൊണ്ടോട്ടി മണ്ഡലം നിലനിർത്താൻ കഴിയും. അത് നേരത്തെ പല അനുഭവങ്ങളും ഉണ്ട്. പൊതുജനങ്ങൾ വിചാരിച്ചാൽ പലതും മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി കമ്മിറ്റി നേതൃത്വം മുന്നോട്ട് പോകണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ ഉള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ വ്യാപകമായി. ജംഷീർ, എന്തായാലും കൊണ്ടോട്ടി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ TV ഇബ്രാഹിം വീണ്ടും മത്സരിക്കുന്നത് ജയസാധ്യത കുറയും. മണ്ഡലം ഉറപ്പാക്കണമെങ്കിൽ TV ഇബ്രാഹിമിനും പകരം ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വം ഈ പരാതികളൊക്കെ ഗൗരവമായി തന്നെ പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.